നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിനക്കിപ്പോ സമാധാനമായല്ലോ? മോളെ, അമ്മാവൻ എന്തിനാണ് ഇങ്ങനൊരു ഡയറി കരുതി വെച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. മോളെ, നീ തന്നെ അത് കണ്ടുപിടിക്കുക കേട്ടോ. അതെ, പാർവതി എന്നെ കണ്ടുപിടിക്കുക. പാർവതി, എടോ, താൻ എന്താ ഈ ആലോചിക്കുന്നത്? എഴുതാത്ത ഡയറി താളുകളിൽ താൻ എന്തെങ്കിലും കാണുന്നുണ്ടോ? ആ ചിത്രത്തിന്റെ അർത്ഥം എന്താണെന്ന് അത് തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്താ ചിന്തയിൽ തെളിയുന്നത്? വിശാൽ സർ, സാറിന്റെ മുത്തശ്ശൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യ വക്കീലിന്റെ കയ്യിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഈ ഡയറി. വെറുതെ ഏതായാലും എഴുതാത്ത പേജുകളുള്ള ഈ ഡയറി മുത്തശ്ശൻ സൂക്ഷിക്കാൻ ഏൽപ്പിക്കില്ല. ഈ ഡയറിയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തോ ഒരു പ്രത്യേക കാര്യം മുത്തശ്ശൻ ഇതിലൂടെ നമ്മളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? കുറേയധികം തിരിച്ചും മറിച്ചും ചിന്തിച്ചു. ഒന്നും തെളിയുന്നില്ല. അതുപോലെ തന്നെ ചിത്രത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നോ രക്ഷ. മരത്തെ ചുറ്റി വരുന്ന പശു, പിന്നെ മനസ്സിലാകാത്ത കുറെ കണക്കുകൾ. അതിലും എന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. പെട്ടെന്ന് ചിന്തിച്ചാ ഒന്നും തലയിൽ തെളിയില്ല. കുറച്ച് സമയമെടുത്ത് കാര്യമായിട്ട് ചിന്തിച്ചു നോക്കാം. അപ്പോ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. അതെ, ഇനി ഏതായാലും ഈ ഡയറിയും ഇതിലെ ചിത്രമായിരിക്കും തന്റെ മനസ്സിൽ. ഇതിന് ഉത്തരം കിട്ടാതെ തനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് വല്ലാത്തൊരു ബ്രെയിൻ ഗെയിം ആയി പോയല്ലോ. ബുദ്ധി ഉണരട്ടെ സർ, അപ്പോ ഉത്തരം കിട്ടും. ഏതായാലും വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ബുദ്ധി പ്രവർത്തിപ്പിച്ച് എന്തെങ്കിലും ഇതിൽ നിന്ന് ഞാൻ കണ്ടെത്തും. എന്തായാലും ഈ ഡയറിയുടെയും ചിത്രത്തിന്റെയും പിന്നിലുള്ള ഉദ്ദേശം നല്ലത് തന്നെ ആയിരിക്കും. എന്റെ വിശ്വനാഥ മുത്തശ്ശ, കൂടുതൽ വലയ്ക്കാതെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം തെളിയിക്കണേ. എടോ, തൽക്കാലം ഈ ആലോചനയൊക്കെ ഇപ്പൊ ഇവിടെ വെച്ച് നിർത്താം. അമ്മ തന്നോട് വിപിന്റെയും പല്ലവിയുടെയും ആദ്യരാത്രിക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയല്ലേ. താനെ വേഗം പോയി അത് ചെയ്യാം. അത് വൈകിയ അമ്മ ചിലപ്പോ തന്നെ വഴക്ക് പറയും. അമ്മയായാലും ആരായാലും തന്നെ വഴക്ക് പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അത് വലിയ സങ്കടമാടോ. അതുകൊണ്ടേ ഈ ഡയറി ഭദ്രമായിട്ട് വെച്ചിട്ട് താൻ അങ്ങോട്ട് ചെല്ലേ. ആ നാഗദോഷം ഒരു പരിധിവരെങ്കിലും മാറാതെ ശാന്തി മുഹൂർത്തം നടത്തിയ, അതിനുശേഷം വിപിനും പല്ലവിക്കും കുഞ്ഞുണ്ടായ, അത് 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 നിനക്ക് ആപത്താ മോളെ. എനിക്ക് ആപത്തോ? പല്ലവിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് എങ്ങനെ ആപത്താവുന്നത്? എനിക്ക് എന്ത് ആപത്താ ഉണ്ടാവുന്നത്? നിന്റെ ജീവന് ദോഷം ഉണ്ടാവും മോളെ. എങ്ങനുണ്ട്? വാവ്, സൂപ്പർ മോളെ. ഇതാണ് ആത്മാനന്ദാശ്രമം. ഈ കാണുന്നതൊന്നും അല്ല. ഇതിനു ചുറ്റിനുമായി
ഏക്കർ കണക്കിന് സ്വത്തുക്കൾ ആശ്രമത്തിന്റേതാ. ഈ കെട്ടിടങ്ങൾക്ക് പുറമെ വേറെയും കെട്ടിടങ്ങൾ അകത്തേക്കുണ്ട്. മോളെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല. ആന്റി എന്താ പ്രതീക്ഷിച്ചത്? ചെറിയ ആശ്രമമായിരിക്കുമെന്നോ? ഉള്ളത് പറയാലോ, ഞാൻ അങ്ങനെയാ കരുതിയത്. ഇതങ്ങനൊന്നുമല്ല. ഇന്റർനാഷണൽ സെറ്റപ്പാ. സ്വാമിജിയെ കാണാൻ വരുന്നവർ മലയാളികളെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സുമാ. കൂടുതൽ വരുന്നത് ഫോറിനേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആന്റി വാ. ഒരുപാട് വിഐപികൾ ഇവിടെ വരും. സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാര് വരെ ഇവിടെ വരും. സ്വാമിജിയെ വലിയ വിശ്വാസം എല്ലാവർക്കും. അവരൊക്കെ സ്വാമിയുടെ മുന്നിൽ വന്ന് കുമ്പിട്ട് നിൽക്കുന്നത് കണ്ടാ നമ്മളൊക്കെ അതിശയിച്ചു പോവും. വെറുതെ ആരെങ്കിലും വന്ന് ഒരാളുടെ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കോ? അതില്ല. അത്രയ്ക്ക് ശക്തിയും സിദ്ധിയുമുള്ള ആളാണ് ആത്മാനന്ദ സ്വാമികൾ. ഈ വരുന്നവരൊക്കെ സ്വാമിയെ ചുമ്മാ കാണാൻ വരുന്നവരല്ല, ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാ. നമ്മൾ എന്താവശ്യപ്പെട്ടാലും സ്വാമി ഇത് സാധിച്ചു തരും. ഉറപ്പാണല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പും ചില സ്വാമിമാരെ കാണാൻ പോയിരുന്നു. അവരെല്ലാവരും ആദ്യം ഞാൻ പറയുന്നത് വലിയ ഇമ്പമോടെ കേട്ടിരിക്കും. അവസാനം കാര്യത്തോടടുക്കുമ്പോ കൈവിടും. ഇല്ലെങ്കിൽ പണം വാങ്ങിയിട്ട് പേരിന് എന്തെങ്കിലും പൂജയോ ഹോമോ കാട്ടിക്കൂട്ടി പറ്റിക്കും. മോളെ, ഇത് ആ വകുപ്പിലെങ്ങും പെടില്ലല്ലോ അല്ലേ? എന്റെ പൊന്നു മോളെ, ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആത്മാനന്ദ സ്വാമിയെ കുറിച്ച് ആ ഒരു ചിന്ത വേണ്ട. സ്വാമി നടത്തിയ നിരവധി അത്ഭുതങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അസാധ്യമാണെന്ന് നമ്മൾ കരുതുന്ന പലതും സ്വാമി പുഷ്പം പോലെ നടത്തി കാണിച്ചു തരും. അതെ, പാർവതി ചില്ലറ ആളൊന്നും അല്ല. അവൾക്ക് ബലമായി ഉദിയന്നൂരമ്മയും ഗായത്രി ദേവിയുടെ ആത്മാവും കൂടെയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വേണം. ആരൊക്കെ പാർവതിയുടെ കൂടെ ഉണ്ടെങ്കിലും ആത്മാനന്ദ സ്വാമികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. പാർവതിയെ ചുരുട്ടിക്കൂട്ടി കെട്ടി കൈകളിൽ തരും. ആന്റി ആഗ്രഹിക്കുന്ന പോലെ ആ സ്വത്തുക്കൾ അവള് തന്നെ ആന്റിക്ക് എഴുതി തരും. ആത്മാനന്ദ സ്വാമികൾ അത് അവളെ കൊണ്ട് എഴുതിപ്പിക്കും. ആന്റി ധൈര്യമായിട്ട് വാ. ആത്മാനന്ദ സ്വാമികൾ. മോളെ, ഇതാണോ സ്വാമിജി? ഈ ചെറുപ്പക്കാരനാണോ ആത്മാനന്ദ സ്വാമികള്? ഞാൻ കരുതി ഏതോ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.